1929 ഒരു യുവാവ് രത്നഗിരി ജില്ലയിൽ സവർക്കറുടെ വസതിയിൽ സവർക്കറെ കാണാനെത്തുന്നുണ്ട്. ആ യുവാവ് മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശത്ത് നിന്നും രത്നഗിരി ജില്ലയിലേക്ക് ആയിടെ വന്നതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം വന്നതാണ്. ഏതാണ്ട് മെട്രിക്കുലേഷൻ തോറ്റിരിക്കുന്ന ഒരു യുവാവായിരുന്നു. 17, 18 ഒക്കെ വയസ്സ് പ്രായമായിരിക്കും ആ സമയത്ത് ആ യുവാവിന്. അദ്ദേഹത്തിന്റെ അച്ഛൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജീവനക്കാരനായിരുന്നു. താഴ്ന്ന നിലയിലുള്ള ഒരു ജീവനക്കാരനായിരുന്നു. ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ സ്ഥലം മാറ്റം മൂലമാണ് അദ്ദേഹത്തിന്റെ പിതാവ് രത്നഗിരി ജില്ലയിൽ വന്ന് ചാർജ് എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുടുംബവും അങ്ങോട്ട് മാറി താമസിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യുവാവ് അവിടെ എത്തുന്നത്. അപ്പൊ യുവാവ് സവർക്കറെ കാണുന്നു. സവർക്കറുടെ മായിക വലയത്തിൽ അകപ്പെടുന്നു. നമുക്കറിയാം, സവർക്കറുടെ ഈ തീവ്രവാദ ആശയങ്ങളുടെ ഉള്ളിൽ പല യുവാക്കളും അകപ്പെട്ട വിവരം ഇതിനിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. മദൻലാൽ ധിംഗ്ര എന്ന് പറയുന്ന പഞ്ചാബി, അന്ന് 20 21 വയസ്സുള്ള, അനന്ത് കൻഹാരി എന്ന് പറയുന്ന 19 വയസ്സുള്ള മറാത്തി യുവാവ്, ഇവരൊക്കെ ജീവൻ ഹോമിച്ചത് സവർക്കറുടെ ആശയങ്ങൾക്ക് വേണ്ടിയാണ്. സവർക്കർ ആ ആശയങ്ങളിൽ നിന്നൊക്കെ മാറി ബ്രിട്ടീഷ് സഹായിയായിട്ട് തീർന്നു. ഇവരുടെ ഓർമ്മകളെയൊക്കെ ചവിട്ടി അരച്ചുകൊണ്ട് സവർക്കർ ബ്രിട്ടന്റെ സഹായിയായി തീർന്നെങ്കിലും മറ്റൊരു തരത്തിലുള്ള തീവ്രാശയത്തിന്റെ വക്താവായി മാറിയിരുന്നു. അത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള തീവ്രാശയത്തിന്റെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഇതായിട്ടുള്ള ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന തീവ്രാശയങ്ങളുടെ വക്താവായി സവർക്കർ മാറിയിരുന്നു. ആ തീവ്രാശയങ്ങളാണ് ഈ യുവാവിനെ കൊടുക്കുന്നത്. അങ്ങനെ ഈ യുവാവ് 1929 സവർക്കറെ പരിചയപ്പെട്ട അന്ന് മുതൽ ഏതാണ്ട് 31 വരെ ഏതാണ്ട് 2 വർഷക്കാലം സവർക്കറുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ യുവാവിൻ്റെ പേരാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ പിൽക്കാലത്ത് ഗാന്ധിയെ വധിച്ച നാഥുറാം വിനായക് ഗോഡ്സെ സവർക്കറുടെ വലയിൽ പെടുന്നത് 1929 മുതലാണ്.